Electron withdrawing group stabilizes the carboxylate ion and thereby increases the acidic character of carboxylic acid. Electron donating group decreases the acidic character. Benzoic acid ആണ്. Benzoic acidല് ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്ന് അറിയാലോ അല്ലെ. Benzoic acidല് ഇതാണ് ആൽഫ കാർബൺ, അവിടെ ഹൈഡ്രജൻ ഇല്ല. അടുത്തത് propanoic acid, and that is our answer. This is our answer. Propanoic acid, because there is alpha carbon and there is alpha hydrogen. ഇയാൾക്ക് ആൽഫ ഹൈഡ്രജൻ ഇല്ല, പക്ഷേ ഇയാൾക്ക് ആൽഫ ഹൈഡ്രജൻ. This is alpha carbon and there is alpha hydrogen and there can be condensation over here. Hi children, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിനേഷന് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ, എല്ലാ സെഷനിലും കഴിഞ്ഞ കീമിലെ എല്ലാ സെഷനിലും വന്ന ചോദ്യങ്ങളുടെ ഒരു വിശദമായിട്ടുള്ള പരിശോധനയ്ക്കാണ് പോകുന്നത്. ഓക്കെ, യെസ്. ബിഫോർ ദാറ്റ്, മാസ്റ്റർ കീം 2026 എന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് അറിഞ്ഞിരിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രദ്ധിക്കുക. കീം 2026 ആവശ്യമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് മാസ്റ്റർ കീം 2026 എന്ന് പറയുന്നത്. CBSE സ്റ്റുഡൻസിന് ക്ലാസ് തുടങ്ങുന്നത് മാർച്ച് 13-ാം തീയതിയാണ്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്നത് മാർച്ച് 18-ാം തീയതിയാണ്. കിട്ടും. ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ ലഭ്യമാണ്. പരമാവധി ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. എൻജോയ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. റൈറ്റ്? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾക്ക് പരിശീലനം ലഭിക്കുന്നത്. ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച സംവിധാനങ്ങളിലൂടെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റാങ്ക് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, സ്ഥിരമായിട്ട് മോക്ക് ടെസ്റ്റുകൾ, അതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ലഭ്യമാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ആ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ +1, +2 ട്യൂഷൻ ആവശ്യമായിട്ടുള്ള കുട്ടികൾ ഓരോ സബ്ജക്റ്റിനും വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കവറേജ്, ലൈൻ ബൈ ലൈൻ കവറേജ് ഓഫ് NCERT വിശദമായിട്ട് പഠിപ്പിക്കുകയും ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അതിനും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് ആവശ്യമായിട്ട് വരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, റിലേറ്റീവ്സിലേക്ക് എല്ലാം ഇതൊന്ന് എത്തിക്കാനും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. യെസ്, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ചോദ്യമാണ്. ടോളുവിൻ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് anhydride ഗീവ്സ് കോമ്പൗണ്ട് X. X on hydrolysis with aqueous acid gives compound Y. Compound XnYR. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ്. എറ്റാർഡ്സ് റിയാക്ഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. റൈറ്റ്? സീ ദ റിയാക്ഷൻ. We are taking toluene. This is toluene. Toluene treated with CrO3 and acetic anhydride. This is acetic anhydride, right? There will be an addition over here. ഈ കാണുന്ന ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. You get a complex. You get a molecule like CHO, COCH3, OCOCH3. ഇതാണ് X എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബെൻസൈലിഡിൻ ഡൈ അസറ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ബെൻസൈലിഡിൻ ഡൈ അസറ്റേറ്റ്.
ബെൻസൈൽ ആൽക്കഹോൾ അല്ല, ബെൻസൈലിഡിൻ ഡൈ അസറ്റേറ്റ്, ബെൻസീൻ അല്ല, ഇതൊന്നുമല്ല. അപ്പോ 2 ചോയ്സ് ബാക്കിയുള്ളൂ. നോക്ക്, ഈ കോമ്പൗണ്ടിന്റെ പേര് ബെൻസൈലിഡിൻ ഡൈ അസറ്റേറ്റ്. ബെൻസൈലിഡിൻ ഡൈ അസറ്റേറ്റ്. അപ്പോ എക്സ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് 3 ചോയ്സ് എലിമിനേറ്റ് ആവും. നോക്ക്, ബെൻസാൾ, ബെൻസൈൽ, ബെൻസൈൽ ആൽക്കഹോൾ, ബെൻസീൻ, ബെൻസാൾഡിഹൈഡ്, അതൊന്നുമല്ല. ബെൻസൈലിഡിൻ ഡൈ അസറ്റേറ്റ്. ഇനി ഇത് ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഫീനോൾ അല്ല, അറിയാലോ. യു ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. Third choice is the correct answer because this upon hydrolysis, this part of the system will turn benzaldehyde. You will get ഈ കാർബണില് ഹൈഡ്രജൻ ഉണ്ടാവും, മറ്റേ ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ആയിട്ട് മാറും, ഇത് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ആയിട്ട് മാറും. റൈറ്റ്? യു ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്, കിട്ടും, ബെൻസാൾഡിഹൈഡ്. In fact, it is coming in the preparation of benzaldehyde. Preparation of benzaldehyde, ഇതിന്റെ കൂടെ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് the Etarts reaction using chromyl chloride. Toluene treated with chromyl chloride ഒരു ക്രോമിയം കോംപ്ലക്സ് ഉണ്ടാവും. അതും ഇതേപോലെയാണ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറും. ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, രണ്ടാമത്തെ ചോദ്യം. ഫെലിങ്സ് റിയേജന്റ് ഈസ് എ മിക്സ്ചർ ഓഫ്. ഫെലിങ്സ് റിയേജന്റ്, ഫെലിങ്സ് റിയേജന്റ് പഠിച്ചിട്ടില്ലേ? ഫെലിംഗ് സൊല്യൂഷൻ എ, ഫെലിംഗ് സൊല്യൂഷൻ ബി. ഫെലിംഗ് സൊല്യൂഷൻ എ ആൻഡ് ഫെലിംഗ് സൊല്യൂഷൻ ബി. ഫെലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, അറിയില്ലേ? ഇറ്റ് ഈസ് അക്വസ് കോപ്പർ സൾഫേറ്റ്. ആൻഡ് വാട്ട് ഈസ് ഫെലിംഗ് സൊല്യൂഷൻ ബി? ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ് ആണ്, അല്ലെ? സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്, Na പ്ലസ് മൈനസ് CHOH COO minus K plus. This is sodium potassium tartarate, റോഷെല്ലെ സോൾട്ട് എന്ന് പറയും, അല്ലെ? റോഷെല്ലെ സോൾട്ട്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ആൻഡ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഫെലിങ്സ് റിയേജന്റ്? ഫെലിങ്സ് റിയേജന്റ് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ആൽഡിഹൈഡ്സ്, അലിഫാറ്റിക് ആൽഡിഹൈഡ് വേഴ്സസ് അതർ കോമ്പൗണ്ട്സ്. അലിഫാറ്റിക് ആൽഡിഹൈഡ്സിന് മാത്രമേ എന്തുള്ളൂ? ഫെലിങ്സ് ടെസ്റ്റ് ഉള്ളൂ. റൈറ്റ്? എന്താ ഫെലിങ്സ് റിയേജന്റ്? ഫെലിങ്സ് റിയേജന്റ് എന്ന് വെച്ചാൽ ഫെലിംഗ് സൊല്യൂഷൻ എ പ്ലസ് ഫെലിംഗ് സൊല്യൂഷൻ ബി പഠിച്ചിട്ടുണ്ട്. ഫെലിംഗ് സൊല്യൂഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വസ് കോപ്പർ സൾഫേറ്റ് ആണ്. ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്, റോഷെല്ലെ സോൾട്ട് എന്ന് പറയും. എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്? ഇൻ ആൽക്കലി മീഡിയം Cu2 plus has a tendency to get precipitate. കോപ്പർ ഹൈഡ്രോക്സൈഡ് ആയിട്ട് precipitate ചെയ്ത് പോകും, ശരിയല്ലേ? ആൽക്കലി സൊല്യൂഷനില് കോപ്പർ Cu2 പ്ലസ് കോപ്പർ ഹൈഡ്രോക്സൈഡ് ആയിട്ട് precipitate ചെയ്ത് പോവാതിരിക്കാൻ, അതിന്റെ precipitation പ്രിവെന്റ് ചെയ്യാൻ, അതിനെ സൊല്യൂഷനിൽ എന്താ പറയുക നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോംപ്ലക്സിംഗ് ലിഗാൻഡ് ആണ് എന്ത്? സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്. This will make a complex with Cu2 plus, and Cu2 plus is made available in the solution rather than it's going out precipitated. എന്നിട്ടോ there will be reaction. എന്താ reaction? RCHO plus Cu2 plus. ഈ Cu2 plus എങ്ങനെയാ? ഇയാളുമായിട്ട് ലിങ്ക് ചെയ്ത് അവിടെ സൊല്യൂഷനിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ Cu2 plus will be out precipitated. ഓക്കെ, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആയിട്ട് precipitate ചെയ്ത് പോകും. അത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ റോഷെല്ലെ സോൾട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർ വൺ വി യൂസ് ഇൻ ബെനഡിക്റ്റ് സൊല്യൂഷൻ. കേട്ടിട്ടില്ലേ? ബെനഡിക്റ്റ് സൊല്യൂഷൻ ഇറ്റ്സ് അഗെയിൻ കോപ്പർ സൾഫേറ്റ് വിത്ത് സോഡിയം പൊട്ടാഷ്യം സിട്രേറ്റ് ആണ്, സിട്രിക് ആസിഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, കിട്ടും. എനിവേ, Cu2 plus interact with RCHO. RCHO will be converted to RCOO minus, and this is available as a red precipitate. ഇതൊരു റെഡ് PPT ആയിട്ട് മാറും. കോപ്പർ ഓക്സൈഡ്, കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറും. ഇപ്പൊ Cu2 പ്ലസ് Cu പ്ലസ് ആയിട്ട് മാറും. ഇത് ഓക്സിഡൈസ് ചെയ്ത്
RCOO മൈനസ് ആയിട്ട് മാറും. ഇറ്റ്സ് എ ടെസ്റ്റ് ഫോർ ആൽഡിഹൈഡ്സ്. ഏത് ആൽഡിഹൈഡ്സ്? അലിഫാറ്റിക് ആൽഡിഹൈഡ്സ്. അറോമാറ്റിക് ആൽഡിഹൈഡ്സ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ഫെലിങ്സ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് when treated with the Fehling solution you get a red precipitate. എന്താ റെഡ് precipitate? കുപ്രസ് ഓക്സൈഡ് ആണ്. റൈറ്റ്, അവിടെ എന്താ റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ ആണ്. ആരാ ഓക്സിഡൈസ്ഡ്? RCHO ഓക്സിഡൈസ്ഡ് ടു RCOO മൈനസ്. ആരാ റിഡക്ഷൻ? Cu2 plus reduced to Cu plus. And Cu2 plus made available in the solution by the interaction of Fehling solution B, that is Rochelle salt. Rochelle salt Cu2 plus നെ സൊല്യൂഷനിൽ പിടിച്ചു നിർത്തും. അതാണ് പർപ്പസ്. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. റിമെമ്പർ, അരോമാറ്റിക് ആൽഡിഹൈഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദിസ് ടെസ്റ്റ്. പക്ഷേ അരോമാറ്റിക് ആൽഡിഹൈഡ്സിന് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട്. അരോമാറ്റിക് ആൽഡിഹൈഡ്സിന് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട്, പക്ഷേ ഫെലിങ്സ് ടെസ്റ്റ് ഇല്ല, ബെനഡിക്റ്റ് ടെസ്റ്റും ഇല്ല. റിമെമ്പർ, ഫെലിങ്സ് ടെസ്റ്റും ബെനഡിക്റ്റ് ടെസ്റ്റും ഒരേപോലെയാണ് കേട്ടോ, ഒരേപോലെയാണ്. ഇവിടെ ടാർട്ടാറിക് ആസിഡ് യൂസ് ചെയ്യുന്നു, അവിടെ നമ്മൾ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ആ വ്യത്യാസം. So what is the answer? Fehling reagent is a mixture of. ഏതാ ഉത്തരം? It's option 4, isn't it? Option 4 is the correct answer. Okay. അടുത്ത ചോദ്യം. Which of the following acid is highly acidic? എന്നാണ്. Fluoroacetic acid, formic acid, dichloroacetic acid, benzoic acid, acetic acid. ഈ ഇത്തരം ആസിഡുകളുടെ ഒരു ഓർഡർ, അതിന്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഇൻഫ്ലുവൻസ്, ഓരോ ഗ്രൂപ്പുകളുടെ ഓർഡർ, ഇതെല്ലാം ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട് അല്ലേ? റൈറ്റ്. ഹോപ്പ് യു റിമെമ്പർ സച്ച് ആൻ ഓർഡർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഇങ്ങനെ ഒരു ഓർഡർ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് നോക്കുക. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് ഏതൊക്കെയാണ്? നമ്മളിവിടെ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ്? ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ഫോർമിക് ആസിഡ്, ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ഇതാ ഫ്ലൂറോ അസറ്റിക് ആസിഡ്, പിന്നെ ഇതാ ഫോർമിക് ആസിഡ്, ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, ഡൈക്ലോറോ അസറ്റിക് ആസിഡ്. ഇനി ആരൊക്കെയാ ഉള്ളത്? ബെൻസോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഇതാ ബെൻസോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ്. അപ്പൊ ഫ്ലൂറോ അസറ്റിക് ആസിഡ് ഇതാണ് ഫസ്റ്റ് ചോയ്സ്. ഫോർമിക് ആസിഡ് ഇത് സെക്കൻഡ് ചോയ്സിലുണ്ട് അല്ലെ, ഇത് തേർഡ് ചോയ്സിലുണ്ട്, ഇത് ഫോർത്ത് ചോയ്സിലുണ്ട്, ഇത് ഫിഫ്ത്ത് ചോയ്സിലുണ്ട്. യു മേ പ്ലീസ് വെരിഫൈ. റൈറ്റ്, നമുക്ക് ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ഫോർമിക് ആസിഡ്, ഡൈക്ലോറോ അസറ്റിക് ആസിഡ്. സോ ഡെഫിനറ്റ്ലി നോ ഡൗട്ട് ഡൈക്ലോറോ അസറ്റിക് ആസിഡ് ആണ് മാക്സിമം അല്ലെ, ഡൈക്ലോറോ അസറ്റിക് ആസിഡ് ആണ് മാക്സിമം. റൈറ്റ്, അത് കഴിഞ്ഞ് ഫ്ലൂറോ അസറ്റിക് ആസിഡ്, അത് കഴിഞ്ഞ് ഫോർമിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ദാറ്റ് വിൽ ബി ദി ഓർഡർ. സോ ദി ഓർഡർ വിൽ ബി മാക്സിമം നമ്മുടെ 3 ആണ് കിട്ടും, മാക്സിമം 3 ആണ്. അത് കഴിഞ്ഞ് ഫ്ലൂറോ അസറ്റിക് ആസിഡ്, അത് കഴിഞ്ഞ് ഫോർമിക് ആസിഡ്, അത് കഴിഞ്ഞ് ബെൻസോയിക് ആസിഡ്, അത് കഴിഞ്ഞ് അസറ്റിക് ആസിഡ്. ദാറ്റ് വിൽ ബി ദി ഓർഡർ. സോ ദി ആൻസർ ഈസ് റൈറ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണങ്ങൾ അതേപോലെ ചോദിച്ചിരിക്കുകയാണ്. റൈറ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ pKa വാല്യൂസ്. റൈറ്റ്, ആൻഡ് ദ പോയിന്റ് ഈസ് ഇലക്ട്രോൺ. വൺസ് അഗൈൻ അതൊരു യൂണിവേഴ്സൽ പോയിന്റ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി അസിഡിക് ക്യാരക്ടർ ബൈ സ്റ്റെബിലൈസിംഗ് ദ കോൺജുഗേറ്റ് ബേസ് carboxylate ion. Electron withdrawing group stabilizes the carboxylate ion and thereby increases the acidic character of carboxylic acid. Electron donating group decreases the acidic character. Okay. Yes. അപ്പോൾ ഈ ഓർഡർ ഭംഗിയായിട്ട് പഠിക്കുക. അതിന്റെ തൊട്ട് മുകളിലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, അതും പഠിക്കുക. ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ ഇൻഫ്ലുവൻസിങ് ഓർഡർ എങ്ങനെയാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ഓർഡർ, ഒരു ഓർഡർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒരു ചോദ്യം പഠിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന്റെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക എന്നുള്ളതല്ല. ആ ചോദ്യം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ യു മസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് അനദർ പോസിബിൾ ക്വസ്റ്റ്യൻ ക്യാൻ കം ഫ്രം ദാറ്റ് ഏരിയ. അതും കൂടെ നമ്മൾ നോക്കണം. റൈറ്റ്, കാരണം നമ്മൾ പഠിച്ച ചോദ്യം ഓക്കെ ഫൈൻ, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാര്യമായിരിക്കും നമുക്ക് കാണാൻ പോകുന്ന ചോദ്യം. ദിസ് ഈസ് PYQ അല്ലെ.
കഴിഞ്ഞ വർഷം കീമിന് വന്ന ഒരു ചോദ്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായിരിക്കും ചോദ്യം? ഒരു പക്ഷേ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പോയിന്റ് ആയിരിക്കാം ഇപ്രാവശ്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യം. അതുകൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഒരു ചോദ്യം പഠിക്കുമ്പോൾ ആ ചോദ്യം പഠിച്ചു പോയാൽ പോരാ. എന്താണ് ആ ചോദ്യത്തിന്റെ പാറ്റേൺ, ആ ചോദ്യത്തിൽ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കണ്ടന്റ് എന്താണ്, ചോദ്യത്തിന്റെ പ്രസന്റേഷൻ എന്താണ്, അതുപോലെ ഒരു ചോദ്യം വരുവാണെങ്കിൽ എങ്ങനെ ചോദിച്ചേക്കാം, അതിന്റെ നിയർ ബൈ പോയിന്റ്സ് ഏതാണ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. ബെൻസോയിൽ ക്ലോറൈഡ് കൺവേർട്ടഡ് ടു ബെൻസാൾഡിഹൈഡ് ബൈ, അറിയില്ലേ, റോസൻമണ്ട് റിഡക്ഷൻ. ബെൻസോയിൽ ക്ലോറൈഡ് കൺവേർട്ടഡ് ടു ബെൻസാൾഡിഹൈഡ്. This is benzoyl chloride treated with palladium and barium sulfate, slightly poisoned with sulfur or quinoline. That is called Lindlar's catalyst. Lindlar's catalyst. പലേഡിയത്തിൽ കുറച്ച് ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചാർക്കോൾ യൂസ് ചെയ്യാം. റൈറ്റ്, പലഡൈസ്ഡ് ചാർക്കോൾ എന്നാ പറയുക, അല്ലേ. So the point is the active site of palladium is blocked, and also we are adding some poisonous components. കുറച്ച് catalytic poison ആയിട്ട് സൾഫറോ ക്യൂനോലിനോ ഒക്കെ ആഡ് ചെയ്യാം. We are actually trying to control the catalytic activity of palladium. അപ്പോൾ ഒരു കൺട്രോൾഡ് റിഡക്ഷൻ, അതാണ് നമ്മുടെ ഉദ്ദേശം. എ കൺട്രോൾഡ് റിഡക്ഷൻ. എന്താ വേണ്ടത്? ഈ ക്ലോറിൻ പോയിട്ട് അവിടെ എച്ച് വരും, ആ ക്ലോറിൻ പോയിട്ട് അവിടെ എച്ച് വരും, ആൻഡ് ദാറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട്. യു ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ബെൻസാൾഡിഹൈഡ്. എന്തിനാണ് കൺട്രോൾഡ് റിഡക്ഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിട്ട് മാറും. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് വെച്ചാൽ ആസിഡ് ഡെറിവേറ്റീവ് ആണ്, അതിന്റെ റിഡക്ഷൻ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആൽക്കഹോൾ ആണ്. യു വിൽ ഗെറ്റ് ബെൻസൈൽ ആൽക്കഹോൾ. അത്തരം ഒരു റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് we are using Lindlar's catalyst. Lindlar's catalyst will give you a controlled reaction, and the reaction is called Rosenmund reduction. പഠിച്ചിട്ടുണ്ട് കേട്ടോ. Rosenmund reduction എവിടെ? Fifth choice. What is Ettards reaction? Toluene converted to benzaldehyde by using chromyl chloride. ആദ്യം ഒരു ക്രോമിയം കോംപ്ലക്സ് ഉണ്ടാവും, അത് ഹൈഡ്രോളൈസ് ചെയ്ത് ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറും, and that is called Ettards reaction. What is Stephen reaction? കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. What is Stephen reaction? RCN converted to RCHO. RCN converted to RCHO. That is what called Stephen's reduction. RCN with SnCl to HCl converted to RCHO. Stephen's reduction. Right? Getterman reaction. What is Getterman reaction? Getterman reaction ഓർമ്മയില്ലേ? Modified version of Sandmeyer's reaction. Disonium salt treated with converted to chlorobenzene, bromobenzene by using copper powder. Sandmeyer's reaction modified version. Getterman reaction. Getterman-Koch reaction. Preparation of benzaldehyde. Benzene treated with carbon monoxide HCl in presence of AlCl3 preparing benzaldehyde. ഇതെല്ലാം പഠിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. When propanol treated with zinc amalgam and concentrated HCl propane is formed, the reaction is called the very popular Clemmensen reduction. The very popular Clemmensen reduction. Propanol treated with zinc amalgam and HCl. ഈ ഓക്സിജൻ എടുത്ത് വലിച്ചെറിയും, and you get അവിടെ ഹൈഡ്രജൻ വരും അല്ലേ. You get propane. The reaction is called Clemmensen reduction. Clemmensen reduction. And there is another reaction of the same purpose. Another reaction of the same purpose done in a different way. എന്താണ്? It is first treated with hydrazine. It is first treated with hydrazine followed by ethylene glycol. Ethylene glycol and KOH. Wolff-Kishner reduction എന്നാ പറയുക. Wolff-Kishner reduction. Purpose same ആണ്. Purpose same ആണ്. Propanol converted to propane by using hydrazine first. ആദ്യം ഒരു ഹൈഡ്രസോൺ കിട്ടും, and then it is treated with ethylene glycol and alkali. You get the same result, and that is called Wolff-Kishner reduction. പഠിച്ചിട്ടുണ്ട്. What is
ഹോഫ്മാൻസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹോഫ്മാൻസ് അമോണോലിസിസ് ഉണ്ട്, ഹോഫ്മാൻസ് ഡിറ്റക്ഷൻ ഓഫ് അമീൻസ്, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസ് അതുണ്ട്, ഹോഫ്മാൻസ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഹോഫ്മാൻസ് റിയാക്ഷൻസ്. കോൾബ് റിയാക്ഷൻ എന്താ? കോൾബ് റിയാക്ഷൻ ഫീനോൾ കൺവെർട്ടഡ് ടു സാലിസിലിക് ആസിഡ് ട്രീറ്റിംഗ് വിത്ത് കാർബൺ ഡയോക്സൈഡ്, കോൾബ്സ് റിയാക്ഷൻ. കെനിസാറോ റിയാക്ഷൻ. what is കെനിസാറോ റിയാക്ഷൻ? കെനിസാറോ റിയാക്ഷൻ എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ when treated with alkali you get a disproportionation. ഒരാൾ ആസിഡ് ആയിട്ട് മാറും, ഒരാൾ ആൽക്കഹോൾ ആയിട്ട് മാറും. കെനിസാറോ റിയാക്ഷൻ. ഓക്കെ, സോ ദി ആൻസർ ഹിയർ ഈസ് ക്ലെമൻസൺ റിഡക്ഷൻ. ഈ രണ്ട് റിയാക്ഷൻസ് പ്രത്യേകം നോട്ട് ചെയ്യാം. രണ്ടും പർപ്പസ് സെയിം ആണ്, ഉപയോഗിക്കുന്നത് വ്യത്യസ്ത സിറ്റുവേഷൻസിലായിരിക്കും. വേർ ദർ ഇസ് എ ആസിഡ് സെൻസിറ്റീവ് മോളിക്യൂൾ, ക്ലെമൻസൺ റിയാക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, പഠിപ്പിച്ചിട്ടുണ്ട്. വേർ ദർ ഇസ് എ ബേസ് സെൻസിറ്റീവ് മോളിക്യൂൾ, വോൾഫ് കിഷ്ണർ റിയാക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടും പർപ്പസ് സെയിം ആണ്, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ക്ലെമൻസൺ റിയാക്ഷൻ പറ്റത്തില്ല, വോൾഫ് കിഷ്ണർ പറ്റും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വോൾഫ് കിഷ്ണർ റിയാക്ഷൻ പറ്റത്തില്ല, ക്ലെമൻസ് റിയാക്ഷൻ പറ്റും. ആസ് ഐ സെഡ്, ആസിഡ് സെൻസിറ്റീവ് ആയിട്ട് ഗ്രൂപ്പുകൾ വരുന്ന മോളിക്യൂൾസ് അവിടെ ക്ലെമൻസൺ റിയാക്ഷൻ പറ്റില്ല, കാരണം അവിടെ HCl യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബേസ് സെൻസിറ്റീവ് ആയിട്ട് വരുന്ന ചില റിയാക്ഷൻസ് അവിടെ വോൾഫ് കിഷ്ണർ റിയാക്ഷൻ പറ്റില്ല, കാരണം അവിടെ ബേസ് മീഡിയത്തിലാണ് റിയാക്ഷൻ നടന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ബെൻസോയിൽ ക്ലോറൈഡ് കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്. ദാറ്റ് ഇറ്റ് സീംസ് എ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലെ? അതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. റോസൻമൺ റിഡക്ഷൻ വി ഹാഡ് എ ഡീറ്റെയിൽ ടോക്ക് ഓൾറെഡി. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് അണ്ടർഗോ HVZ റിയാക്ഷൻ? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ. ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. ഓർമ്മയില്ലേ? ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി reaction. The reaction which is given by carboxylic acid that contain alpha hydrogen atom. അല്ലെ? A carboxylic acid that contain alpha hydrogen atom. This is alpha carbon, there is alpha hydrogen treated with a small amount of red phosphorus and halogen. Halogen എന്ന് വെച്ചാൽ chlorine or bromine. You will get halo substituted product. Halo substituted product. ഇവിടെ X വരും, COOH വരും. ആൽഫ പൊസിഷനിൽ ഹാലോജൻ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻഫാക്ട് അത് തന്നെയാണ് റിയാക്ഷന്റെ ഹൈലൈറ്റും കേട്ടോ. ആൽഫ പൊസിഷനിൽ ഹാലോജൻ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഏബിൾ ടു പ്രിപ്പയർ മൾട്ടിപ്പിൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ്. നമുക്ക് പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പലതരത്തിലുള്ള അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ സിന്തസിസ് ആ വഴിക്കൊക്കെ ചെയ്യാൻ സാധിക്കും. അതാണ് ആ റിയാക്ഷന്റെ പ്രത്യേകത. ആൽഫ പൊസിഷനിൽ ഒരു എക്സ് കൊണ്ടുവന്നാൽ ആ എക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പല രീതികളിൽ റിയാക്ഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ആൻഡ് ദാറ്റ് ഇൻഫാക്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് റിയാക്ഷൻ ഓൾസോ. HVZ reaction. HVZ reaction is given by HVZ reaction is given by carboxylic acid that contain alpha hydrogen atom. Option A benzoic acid ആണ്. ബെൻസോയിക് ആസിഡില് ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്ന് അറിയാലോ അല്ലെ? ബെൻസോയിക് ആസിഡില് ഇതാണ് ആൽഫ കാർബൺ, അവിടെ ഹൈഡ്രജൻ ഇല്ല. അടുത്തത് പ്രൊപ്പനോയിക് ആസിഡ് ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ. ദിസ് ഈസ് അവർ ആൻസർ, പ്രൊപ്പനോയിക് ആസിഡ്, ബിക്കോസ് there is alpha carbon and there is alpha hydrogen, right? ഇനി ഓപ്ഷൻ 3 നോക്കൂ മക്കളെ, അതിൽ ഇല്ലടാ. ഇവിടെ ഇതാണ് ആൽഫ കാർബൺ, അവിടെ ഓൾറെഡി 3 ക്ലോറിൻ ഇരിക്കുക, ആൽഫ ഹൈഡ്രജൻ ഇല്ല. ദാറ്റ് ഈസ് ഓൾറെഡി ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതിന് ഈ റിയാക്ഷൻ സാധ്യമല്ല. ഇത് ആൽഡിഹൈഡ് ആണ്, അല്ല. ഇത് ഫോർമിക് ആസിഡ് ആണ്, ആൽഫ കാർബണേ ഇല്ല. ഫോർമിക് ആസിഡ്, ആൽഫ കാർബണേ ഇല്ല. സോ ദി ആൻസർ ഈസ് സെക്കൻഡ് ചോയ്സ്, propanoic acid. Propanoic acid there is alpha hydrogen and that can be substituted by a halogen, chlorine or bromine when treated with a small amount of red phosphorus. ആ റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിന്റെ എൻഡ് പോർഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻ ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ,
അതിന്റെ സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ആണ് പ്രധാനം. ആ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ആണ് പ്രധാനം. കാരണം ഇയാളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് ചെയ്യാൻ സാധിക്കും, പലതരത്തിലുള്ള മറ്റു പ്രോഡക്ട്സിലേക്ക് ഡിറൈവ് ചെയ്ത് പോകാൻ സാധിക്കും. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് HVZ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ? യു നോ കാനിസാറോ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ aldehydes without alpha hydrogen. Aldehydes without alpha hydrogen, HCHO, for example, when treated with a concentrated alkali, you get HCOO minus and CH3OH. This is Cannizzaro reaction. Disproportionation reaction. സിമ്പിൾ കാനിസാറോയുണ്ട്, ക്രോസ് കാനിസാറോയുണ്ട്, ഇൻട്രാമോളിക്കുലർ കാനിസാറോയുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? സിമ്പിൾ കാനിസാറോ റിയാക്ഷൻ, അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ക്രോസ് കാനിസാറോ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രാമോളിക്കുലർ കാനിസാറോ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സോ ദിസ് ഈസ് ഗിവൺ ബൈ ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ്സ് ആണ് എന്ത് ചെയ്യുക? കാനിസാറോ റിയാക്ഷൻ നൽകുക. ഓപ്ഷൻ എ, ഓപ്ഷൻ എ നമുക്ക് എന്താ വേണ്ടത്? ഡസ് നോട്ട് അണ്ടർഗോ എന്നാണ്. ഡസ് നോട്ട് അണ്ടർഗോ എന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് അണ്ടർഗോ? ദിസ് വിൽ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ. കാരണം ആൽഫ കാർബണില് ഹൈഡ്രജൻ ഇല്ല. ദിസ് വിൽ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ. ഇത് ബെൻസാൾഡിഹൈഡ് വിൽ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ. ഇത് നമ്മുടെ ആൻസർ അല്ല, ഇത് നമ്മുടെ ആൻസർ അല്ല. ബെൻസാൾഡിഹൈഡ് വിൽ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ. ബെൻസാൾഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ദിസ് ഈസ് ബെൻസാൾഡിഹൈഡ്. When treated with a concentrated NaOH, you will get a COO minus and benzyl alcohol. അപ്പൊ അതിന് കാനിസാറോ റിയാക്ഷൻ ഉണ്ട്. തേർഡ് ചോയ്സിന് കാനിസാറോ റിയാക്ഷൻ ഇല്ല. ഇതൊരു കീറ്റോൺ ആണ്. തേർഡ് ചോയ്സിന് കാനിസാറോ റിയാക്ഷൻ ഇല്ല. ദാറ്റ് ഈസ് ബെൻസോഫിനോൺ. ബെൻസോഫിനോണിന് എങ്ങനെയാണ് കാനിസാറോ റിയാക്ഷൻ ഉണ്ടാവുക? ദാറ്റ്സ് എ കീറ്റോൺ, അല്ലേ? This is a ketone. It is given by aldehydes without alpha hydrogen. What about the fourth one? Fourth one നും ഇല്ല. അപ്പൊ രണ്ട് ആൻസർ ഉണ്ട് കേട്ടോ ഇതില്. ഫോർത്ത് വൺ എത്തനാൽ ആണ്. അതിന് കാനിസാറോ റിയാക്ഷൻ ഇല്ല. ബിക്കോസ് ദാറ്റ് ക്യാരി ആൻ ആൽഫ ഹൈഡ്രജൻ. നോക്ക്, CH3CHO. This is alpha carbon. Alpha hydrogen ഉണ്ട്. That carry an alpha hydrogen. So this will not give Cannizzaro reaction, rather it will give you condensation reactions. അപ്പോൾ രണ്ട് ആൻസർ കാണുന്നു ഈ ചോയ്സിൽ, ഈ ക്വസ്റ്റ്യനിൽ കേട്ടോ. എനിവേ ലാസ്റ്റ് വൺ, ഇതിന് Cannizzaro റിയാക്ഷൻ ഉണ്ട്, ഇത് ആൻസർ അല്ല. അപ്പോൾ രണ്ട് ചോയ്സിൽ നമുക്ക് ആൻസർ കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ 3 ബെൻസോഫിനോൺ ഒരു കീറ്റോൺ ആണ്, അതിന് Cannizzaro റിയാക്ഷൻ നമ്മൾ കാണുന്നതല്ല. അതുപോലെ ഓപ്ഷൻ 4 എത്തനാൽ ആണ്. എത്തനാലില് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ദാറ്റ് വിൽ നോട്ട് ഷോ Cannizzaro റിയാക്ഷൻ. ഇവിടെയും ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഓർത്തെടുക്കുക. സം എക്സെപ്ഷണൽ കേസസ് ലൈക്ക് ഐസോപ്രോപ്പൈൽ ആൽഡിഹൈഡ് ഈവൻ ദോ കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ, ദാറ്റ് എക്സെപ്ഷണലി ഷോ Cannizzaro റിയാക്ഷൻ, അല്ലെ? ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഓരോ പോയിന്റും പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ചില എക്സെപ്ഷൻസ് ഒക്കെ പഠിപ്പിക്കുക. കെമിസ്ട്രി ഈസ് ലോട്ട് ഓഫ് എക്സെപ്ഷൻസ്. ആ പഠിപ്പിച്ചുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. റൈറ്റ്, അടുത്ത ചോദ്യം. ബെൻസോഫിനോൺ ആൻഡ് അസിറ്റോഫിനോൺ ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ട്രീറ്റിംഗ് വിത്ത്. ബെൻസോഫിനോൺ, അസിറ്റോഫിനോൺ ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ട്രീറ്റിംഗ് വിത്ത്. ബെൻസോഫിനോൺ എന്ന് വെച്ചാൽ PHCOPH. ദിസ് ഈസ് ബെൻസോഫിനോൺ. അസറ്റോഫിനോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ PHCOCH3. ഇതാണ് അസറ്റോഫിനോൺ. ഇത് ബെൻസോഫിനോൺ, ഇത് അസറ്റോഫിനോൺ. ഇവരെ എങ്ങനെ തിരിച്ചറിയാം? ഫിലിങ്സ് റിയേജന്റ് പറ്റില്ല, കാരണം രണ്ടുപേരും റിയാക്ട് ചെയ്യില്ല. ബോത്ത് ബെൻസോഫിനോൺ ആൻഡ് അസറ്റോഫിനോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഫിലിംഗ് സൊല്യൂഷൻ. അപ്പോ ഇത് പറ്റില്ല. നമുക്ക് എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുക? വെൻ വൺ റിയാക്ട് അതർ ഡസ് നോട്ട്, ദാറ്റ്സ് എ വേ ടു ഡിസ്റ്റിംഗ്വിഷ്, ഇസ്ന്റ് ഇറ്റ്? ഒരെണ്ണം റിയാക്ട് ചെയ്യണം, മറ്റേത് റിയാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഇവിടെ രണ്ടുപേരും ഇയാൾക്ക് റിയാക്ഷൻ ഇല്ല. ലൂക്കാസ് റിയേജന്റ് പറ്റില്ല, കാരണം രണ്ടുപേർക്കും റിയാക്ഷൻ ഇല്ല. അയഡിൻ ആൻഡ് ആൽക്കലി, ദാറ്റ് ഈസ് അവർ ആൻസർ. ഇതാണ് നമ്മുടെ ഉത്തരം കേട്ടോ. അയഡിൻ ആൻഡ് ആൽക്കലി. ബിക്കോസ് അയഡിൻ വിത്ത് ആൽക്കലി I2 plus NaOH
I2 plus NaOH. It will react with this, not with this. അപ്പൊ ഇയാള് ഫസ്റ്റ് മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യില്ല, സെക്കൻഡുമായിട്ട് റിയാക്ട് ചെയ്യും. ബിക്കോസ് ദിസ് ഈസ് എ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ്. The molecule with the methyl keto group can give you iodoform test. A molecule with the methyl keto group can give you iodoform test. So this will give you iodoform test. pH, CO, CH3 when treated with the iodine and NaOH. What is the product obtained? pH, COONA plus CHI3. You get a yellow precipitate. You get a yellow precipitate. Iodoform is obtained. This is called a iodoform. So iodoform reaction is answered by the second molecule acetophenone, not by benzophenone. Iodoform test is given by those molecules which contain methyl keto group and methyl carbinol group. ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സ് വരുന്ന മോളിക്യൂൾസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്. ഇങ്ങനെയുള്ള മോളിക്യൂൾസ് CH3CO എന്ന ഗ്രൂപ്പ് മീഥൈൽ കീറ്റോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ CH3CHOH എന്ന ഗ്രൂപ്പ് മീഥൈൽ കാർബിനോൾ ഗ്രൂപ്പ്. അത് ആസിഡിന്റെ കൂടെ ആവാൻ പാടില്ല കേട്ടോ, ആസിഡിന്റെ കൂടെ വരാൻ പാടില്ല. അപ്പൊ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് വരുന്ന ആസിഡിന്റെ പാർട്ട് ആവാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ആസിഡ് ക്ലോറൈഡ്, ആസിഡ് അമൈഡ്, അൻഹൈഡ്രേറ്റ്സ് അതൊന്നും ആവാൻ പാടില്ല. മീഥൈൽ കീറ്റോ ഗ്രൂപ്പുള്ള മോളിക്യൂൾസ്, മീഥൈൽ കാർബിനോൾ ഗ്രൂപ്പുള്ള മോളിക്യൂൾസ്, അവരെ തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ് iodoform test, because such molecules can undergo oxidation in presence of halogen and alkali. You get a haloform, and the remaining part of the molecule will be converted to oxidized product. ഇവിടെ ഈ CH3 ആണ് എന്തായിട്ട് മാറുന്നത്? ഈ CH3 ആണ് നമ്മുടെ iodoform ആയിട്ട് മാറുന്നത്. And the remaining part of the molecule that is converted to oxidized product. ഈ കാണുന്ന ഭാഗം എന്തായിട്ട് മാറും? ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. And in fact it is an oxidation reaction. അതുകൊണ്ടാണ് പറഞ്ഞത് ആസിഡ് ഗ്രൂപ്പ് വരുന്ന ആവാൻ പാടില്ല, ആസിഡ് വരുന്ന CH3CO ആവാൻ പാടില്ല, ആസിഡിന്റെ പാർട്ടായിട്ട് വരുന്ന CH3CO ഗ്രൂപ്പ് വന്നിട്ട് റിയാക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്നത്. ആസിഡ് ഈസ് ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് and the reaction is oxidation. So answer is option 3. What about option 4? CrO3, benzophenone, acetophenone. In fact, normal conditionൽ രണ്ടുപേർക്കും റിയാക്ഷൻ ഇല്ല. ടോളറൻസ് റിയേജന്റ് രണ്ടുപേർക്കും റിയാക്ഷൻ ഇല്ല, രണ്ടുപേരും കീറ്റോൺ ആണ്. ആൻസർ ഈസ് തേർഡ് ചോയ്സ്. ഓക്കെ, അടുത്തത് the product of the following reaction. You have benzaldehyde with the acetophenone. You will get a Claisen-Schmidt reaction, aldol condensation. Aldol condensation reaction നടക്കും. And what will be the product obtained? You see, this will be the product. ഇതാണ് benzaldehyde. It is treated with the acetophenone. ശ്രദ്ധിക്കുക, ഇയാൾക്ക് ആൽഫ ഹൈഡ്രജൻ ഇല്ല, പക്ഷേ ഇയാൾക്ക് ആൽഫ ഹൈഡ്രജൻ. ദിസ് ഈസ് ആൽഫ കാർബൺ ആൻഡ് ദർ ഈസ് ആൽഫ ഹൈഡ്രജൻ ആൻഡ് ദർ ക്യാൻ ബി കണ്ടൻസേഷൻ ഓവർ ഹിയർ. ഈ ഭാഗത്ത് കണ്ടൻസേഷൻ നടക്കാം and there will be removal of water from that area, and these two carbon will be connected to get alpha beta unsaturated product, aldol condensation product, and the product will be ഈ കാണുന്ന ബെൻസീൻ, ഈ ഓക്സിജനും ഇവിടുന്ന് രണ്ട് ഹൈഡ്രജനും വാട്ടറായിട്ട് പോകും. സോ യു ഗെറ്റ് CH ഡബിൾ ബോണ്ട് CH, ഇവരെ കണക്ട് ചെയ്തു, കണ്ടൻസ് ചെയ്തു, CO ബെൻസീൻ റിംഗ്. This is the product. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. This is alpha carbon, beta carbon. Alpha beta unsaturated aldehyde or ketone. That is the speciality of aldol condensation product. Alpha beta unsaturated aldehyde or ketone. Aldol product ആണ് നമ്മൾ കാണുന്നത്. What is the answer? Option A.
Option A itself is the answer. Option A itself is the answer. C6H5CH double bond CH CO C6H5. Okay, fine. Adutha ചോദ്യം. And that is the last question. Which of the following is the strongest acid? Which of the following is strongest acid? Again, this one we have studied. Just a few minutes back we have seen the order. ആ ഒരു ടെക്സ്റ്റിൽ കണ്ട ഓർഡർ ഒന്ന് ഓർത്തെടുക്കുക. And correct answer ഫ്ലൂറോ അസറ്റിക് ആസിഡ് ഉണ്ട്, ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. ഒരുപക്ഷെ കാർബോക്സിലിക് ആസിഡ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. pKa വാല്യൂ 0.5 താഴെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സ്ട്രോങ് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിലെ സ്ട്രോങ് ആസിഡ് ആണ് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. The presence of 3 electron withdrawing group, the presence of 3 fluorine, that is CF3 group, very powerful in nature, and it act as strongly electron withdrawing group. It's a strong electron withdrawing group. CF3 group act as a powerful electron withdrawing group, and the acidic nature of that molecule will be pretty high. Compete ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇയാൾ കഴിഞ്ഞിട്ടാണ് ഇത് വരിക അല്ലെ? ഇതും അത് കഴിഞ്ഞിട്ടാണ് വരിക. സൈനോയാണ്, ബ്രോമോ, ആൻഡ് ദിസ് വിൽ ബി ലാസ്റ്റ്. ദിസ് വിൽ ബി ലാസ്റ്റ്. ഓർഡർ എങ്ങനെ വരാം? ഇത് വരാം അല്ലെ, അത് കഴിഞ്ഞ ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് ലാസ്റ്റ് ആയിരിക്കും. ദിസ് വിൽ ബി ലാസ്റ്റ്. അഗെയിൻ ഐ റിമൈൻഡ് യു, ആ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന് മുൻപ് നമ്മൾ ആ ഓർഡർ ഒക്കെ നോക്കി. ആ ഭാഗം, അതിൽ കൊടുത്തിരിക്കുന്ന ഓർഡർ, അതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുക. കാരണം ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അസിഡിക് ഓർഡറിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ. ഒരു 11 ചോദ്യം എന്ന് വെച്ചാൽ ആവറേജ് ഒരു 2 ചോദ്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു സെഷനിൽ കാണാൻ, ആവറേജ് ആ രീതിയിലാണ് കാണാൻ സാധിക്കുക. മിക്കവാറും ഒരു റിയാക്ഷനും ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓർഡറോ അതായിരിക്കും ഉണ്ടാവുക. എനിവേ, സെക്കൻഡ് ഇയർ ഓർഗാനിക്കിൽ അല്ലെങ്കിൽ എൻഡയർ ഓർഗാനിക്കിൽ ഒരു ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ 2 ചോദ്യം നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട്, വേറൊരു ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ, സീ യു, ടേക്ക് കെയർ. എല്ലാവരും അതിഗംഭീരമായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.